ഇദ്ദേഹം വിൻസെൻ്റ് ഏട്ടൻ ആള് സംഘം പ്രവർത്തകനാണ്. അദ്ദേഹം ഇപ്പോഴത്തെ ഒരു വീട് പണിതു. അതിൻ്റെ വീട് പാർക്കലിന് രംഗമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ വീട് പാർക്കലിലേക്ക് 3 ചെറുപ്പക്കാർ കടന്നു വരുന്നതാണ്. ഹലോ 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 ഇൻസിഡന്റ് ഹലോ വെൽക്കം നന്നായില്ലേ? ഹലോ 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 ആ സന്തോഷം വന്നില്ലേ? ഹലോ സന്തോഷം. വീട് നന്നായില്ലേ? ആ ഇത് 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഉദ്ദേശം. ഇത് ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കൊടുത്തിരിക്കുക കംപ്ലീറ്റ്. ഒരു 30 ലക്ഷം രൂപയായി. അല്ല 30,000 അന്ന് വില കുറവൊക്കെ ആയ കാരണമാണ്. പണിക്ക് 6 മാസം കൊണ്ട് അവസാനിപ്പിച്ചു. ഫ്ലോറിങ്ങും കൺസ്ട്രക്ഷൻ തൃശ്ശൂരിന്ന് ഈ എല്ലാം എടുത്തിട്ട് അങ്ങനെ ചെയ്ത. താങ്ക് യു. പിന്നെ ഒന്ന് വീട് കാണാതെ നിൽക്കലൊക്കെ ശരി. ഓ ഇത് 30 ലക്ഷം പോരാട്ടാ. വീട് ഒരു വരെ അടുത്തുണ്ടാവും. എന്തായാലും അടിപൊളിയായിട്ട് മെഡിക്കൽ സ്റ്റോറോട് ആളത് ഇങ്ങനെ ഒപ്പിച്ചൂടെ? ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ വീട് പണിയാൻ എളുപ്പമല്ലേ? ഭക്ഷണം കഴിക്കാൻ മനസ്സിലായി. വീട് കണ്ടില്ലേ? എങ്ങനെയുണ്ട് വീട്? കുഴപ്പമൊന്നുമില്ല. അതല്ലേ? ഇനി നമുക്കിത് ഭക്ഷണം ഇന്ന് കഴിക്കും. ഭക്ഷണം എല്ലാം ചെയ്യാനല്ലേ? വളരെ സന്തോഷം വന്നില്ല കേട്ടാ. വളരെ സന്തോഷം. അല്ല ഒറ്റയ്ക്ക് പോകുന്നുള്ളൂ അല്ലേ? ആ അതെ ഓക്കെ. ഇത് വിൻസെൻ്റ് ഏട്ടൻ്റെ മദ്യം വിളമ്പാത്ത വീട് പാർക്കായിരുന്നു. ഇനി വിൻസെൻ്റ് ഏട്ടൻ ഈ പാർക്കിൽ അല്പം മദ്യം ഒക്കെ ആയിട്ട് നടത്തുകയാണെങ്കിൽ ഈ ചെറുപ്പക്കാർ എങ്ങനെ പ്രതികരിക്കും? മദ്യം വിളമ്പിക്കൊണ്ടുള്ള വിൻസെൻ്റ് ഏട്ടൻ്റെ പാർക്ക്. എല്ലാം ശരിയല്ലേ? ഹലോ ഹലോ ഹായ് ഹായ് വെൽക്കം. സുഖം നന്നായിട്ടില്ല വീട്? കുഴപ്പമില്ല അല്ലേ? ആ എല്ലാം കോൺട്രാക്ട് കൊടുത്തിരിക്കുക. നന്നായിട്ട് എല്ലാം കൊടുത്തിരിക്കുക. ചെലവ് ഉണ്ട് അല്ലാണ്ട് എല്ലാ പരിപാടിയും. അപ്പൊ ഭക്ഷണം കഴിക്കാനോ? അല്ല ഭക്ഷണം മറ്റേതില്ലേ സോഡയും അവർക്ക് അറേഞ്ച് ചെയ്യട്ടാ. ഓക്കെ അവരാണ് ചെയ്യട്ടെ. ഓക്കെ എല്ലാം കഴിച്ചോ. ഓക്കെ ശരി കഴിച്ചിട്ടോ. ഹലോ ഹായ് ഗിഫ്റ്റ്. താങ്ക് യു. എല്ലാവരും ഒന്നിച്ചു വന്നിട്ടല്ലേ? താങ്ക് യു. സന്തോഷമുണ്ട് വന്നിട്ട് കേട്ടാ. ചേച്ചി അവളെ അടുത്തുണ്ട് കേട്ടാ. അവിടുത്തെ പോരും. അല്ല ഏൽപ്പിക്കാനില്ല ഞങ്ങള് വരൾക്ക്. അല്ല കാശ് ലാഭത്തിന്റെ അല്ല. അതാകുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മറ്റുള്ള ജനമൊക്കെയും മറ്റുള്ള സാധനങ്ങളൊന്നും ഇല്ല. നമുക്ക് വീട്ടിലാകുമ്പോ ഹോം മെയ്ഡ് എന്ന് പറയുമ്പോ ഒരു പ്രത്യേകതല്ലേ? ചേച്ചി വരും. ചേച്ചി അകത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഒരു ട്രിപ്പ് എനിക്കുള്ളപ്പോ തന്നെ എന്നാ നിങ്ങൾ വീട് കണ്ടിട്ട് വാട്ടാ. ശരി.
ആ ജോസൻ അവിടെ വരൂട്ട് ജോസൻ കാണാനില്ലേ അവനെ വിളിക്ക് അത് അല്ല അത് കുഴപ്പമില്ല അത് വന്നു പോയി ജോസ് എന്ത് ജോസ് പൂമിനുണ്ടായില്ല എന്ത് പറ്റിയാണ് സോറി നിങ്ങൾക്ക് അവര് അല്ല അയ്യോ അയ്യോ സൂപ്പറായി അടുത്ത പാർക്കൽ നമുക്ക് ഇതിനെ കറങ്ങാം വർക്കിലെന്ത് ഇത്ര കുറച്ച് സുനാമി ഒന്ന് പോയില്ല മനസ്സിലാട്ടെ എന്തിട്ട് എനിക്ക് വിൻസെന്റ് ഒന്നാമത്തെ അവസ്ഥ അല്ല വിൻസനേട്ടാ എന്റെ മൊബൈൽ എവിടെയാ വീട് പോയി വിൻസനേട്ടാ അത് നാളെ തരുന്നോടാ വിൻസെന്റ് ടീച്ചറിനും ഈ വീട്ടില് സുഖമായിട്ട് ജീവിക്കണം. എനിക്കൊരു കാര്യം പറയാം, ഒരു കാര്യം ഇത്രയധികം പരിപാടികൾ നടത്തിയിട്ട് ഞങ്ങൾക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലല്ലോ. എല്ലാം കൊള്ളാക്കി എന്താ ചെയ്യും ഈ ഇങ്ങനെ ഒരു മദ്യം ഇവിടെ വേണ്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കായിരുന്നു, ഞങ്ങൾക്ക് എല്ലാ പരിപാടികളിലും പങ്കെടുക്കായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ വേദനയും കാണാൻ മറക്കരുത്. താങ്ക് യു.